പറഞ്ഞില്ലാന്ന് വേണ്ട. അവക്കിപ്പോ എന്നാ പറ്റി? ഒന്നും പറ്റാഞ്ഞിട്ടാണോടി അവളെ പശു കുത്താനിട്ട് ഓടിച്ചത്. കെട്ടിക്കാറായ പെമ്പിള്ളാരെ പശു കുത്താനിട്ട് ഓടിക്കണത് നല്ലതിനല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ അമ്മച്ചിയുടെ തലയ്ക്കാണ്ട് കോള് കയറിയിരിക്കാൻ. നീ നിന്റെ ജോലി നോക്കിക്കോടി തന്നെ. കോളാണെന്നും പറഞ്ഞ് നടന്നാടി. നടന്നോ? കൊടുക്കം കിട്ടിക്കോളും. നിങ്ങളൊക്കെ പട്ടണത്തിൽ നിന്നല്ലേ വന്നത്? ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇനി അവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം കാണുകയില്ല. അയ്യോ, അതെന്താ? അതുങ്ങളൊക്കെ പിഴച്ച വർഗങ്ങളാണെടി കൊച്ചേ. നേരെ ഇരുട്ടിയാ പിന്നെ ഇടിയും നിലവിളിയും കൊണ്ട് മനുഷ്യർക്ക് കിടന്നുറങ്ങാനൊക്കുകയില്ല. നീ അവരോടൊന്നും കൂട്ടുപിടിക്കരുത് കേട്ടാ. നിനക്ക് എന്തെങ്കിലും വർത്തമാനം പറയണമെന്ന് തോന്നിയാ നേരെ എന്റെ കടയിലോട്ട് വന്നേക്ക്. നിങ്ങൾ തമ്മിൽ അറിയുമോടി കൊച്ചേ? ഞാനറിയില്ല. പിന്നെ ജോയി കുഞ്ഞ് നിന്നെ നോക്കി ചിരിച്ചതെന്താ? ഞാനറിയില്ല. അന്ന് വഴക്ക് തീർക്കാൻ വന്നപ്പോ നിന്നെ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ കേറ്റത്തിൽ ടീച്ചറിന്റെ മകനാ. അപ്പൊ ഞാൻ നടക്കട്ടെ പെണ്ണേ. കടയിൽ ആരുമില്ല. വരട്ടെ.
മോളെ മേരി, മേരി, എന്താണ് അപ്പച്ച? നീ പോയി വല്ല പാത്രവും നീ എടുത്തുകൊണ്ട് വന്നില്ലേ? പോയി അപ്പച്ചൻ കുറെ കപ്പയും അരിയൊക്കെ വാങ്ങിച്ചോണ്ട് വരട്ടെ. അതിനിപ്പോ നിങ്ങൾ തന്നെ പോണം, പിള്ളേര് പോയാ പോരെ. നീ നേരെ വിളിച്ചേ, നേരത്താ. അതിപ്പോ വേണ്ട. നീ എന്തോന്ന് ഇങ്ങനെ എടുത്തോണ്ട് വാടി. ഓ, ഇവക്കിപ്പൊ മിഠായി തിന്നാഞ്ഞിട്ടാ. അപ്പച്ചൻ വാങ്ങിച്ചോണ്ടാ മോളെ. എടാ ചെറുക്ക, എന്താ അമ്മച്ചി? എനിക്ക് ഇച്ചിരി കറപ്പൂടെ മേടിച്ചോണ്ടേ. അമ്മച്ചി തുടങ്ങി. ഇച്ചിരി പോയില്ല ഞെട്ടും. പിന്നെ അങ്ങനെ അരിയും കപ്പയും മേടിക്കും. കറുപ്പും പോലെയും തിന്ന് പട്ടിണി കിടന്നോളുവാ. തറതി അറിയാൻ മേലെങ്കിൽ പറഞ്ഞു തരാം. നിന്റെ കെട്ടിയോനെ 10 മാസം ചുമന്ന് വെച്ചത് ഞാനാ, അല്ലാണ്ട് നീയല്ല. അമ്മച്ചി പലതും പറയും, നീ ഒന്ന് ചുമ്മാതി. താനേതാ? ഞാനിവിടെ അടുത്ത വീട്ടില്. അടുത്ത വീട്ടില്? അയ്യോ അറിയല്ലേ, അപ്പുറത്ത് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് അറിയാ. കൂട്ടിയിട്ടിരിക്കുന്ന വീടാ? ഞാൻ അടുത്ത വീട്ടിൽ താമസക്കാരനാ. കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോ തോമചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്ന് പരിചയപ്പെടാന്ന് വെച്ച് വന്നതാ. എന്നാ പിന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കൂട്ടിയിട്ടിരിക്കുന്ന വീടെന്ന് വെച്ചാൽ എനിക്കറിയാം. കെട്ടിയോള് ചത്തേ പിന്നെ ഞാനിങ്ങനെ പുറത്തൊക്കെ യൂക്കാലിയും വിറ്റ് നടക്കും. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അതുവരെ പുര പൂട്ടിയിട്ടേ. എടാ ചെറുക്ക, നീ പോണടത്തങ്ങാണ് കറുപ്പ് കിട്ടുപോണ. തുടങ്ങി. ആരെ കണ്ടാലും ഈ അമ്മച്ചിക്ക് കറുപ്പ് വേണം. നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ആ ചെറുക്കനോടല്ലോ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചോണ്ട് തരുമോടാ ചെറുക്ക? പിന്നെന്താ അമ്മേ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഇങ്ങനെ നാണമില്ലാണ്ടായ എന്നാ ചെയ്യുമെന്നാ ഞാൻ ഓർക്കണേ. നീ പോടി വിത്താരക്കാരത്തി. ഈ മൂട്ടരിയെല്ലാം കൂടെ എന്റെ കത്തിലെ കൊണ്ട് കുടഞ്ഞിട്ടിരിക്കുകയാണ്. മൂട്ടയൊക്കെ ശരിപ്പെടുത്തിക്കളാം അമ്മേ, അതിനൊരു മരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എന്റെ പൊന്നു മോനെ, നീ അത് എലിമണി മേടിച്ചോണ്ട് ഞാൻ ഈ കട്ടലയിലൊന്ന് കിടന്നോട്ടെ. കാട്ടാലല്ലോ അമ്മച്ചി ആരെ കണ്ടാലും ഇത് തന്നെ പറയും. ഇതൊന്നും വകവയ്ക്കണ്ട കേട്ടോ. എടാ മുടിഞ്ഞോനെ, നീയോ മേടിച്ചു തരത്തില്ല, വേറെ വല്ലാരും. അടങ്ങി കിടക്കുന്നുണ്ടോ അവിടെ? കറിയ പോവല്ലേ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോകുന്നേ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. നല്ലൊരു കൊച്ചന്. 2 പഴം കൊടുക്കും. ആ, എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? കാപ്പിയുണ്ട്? ഉണ്ടല്ലോ. 2 കാപ്പി എടുക്കും. ഒരു ചായ, ഒരു കാപ്പി. ഒന്നിന് പഞ്ചസാര ഉണ്ട് കേട്ടോ. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. നമ്മുടെ കാശുണ്ടപ്പാ. പിന്നെ നിന്റെയൊക്കെ കാശും കൊണ്ടല്ലേ ഞാനിവിടെ കഴിയുന്നത്. പെമ്പിള്ളാരെ വഴി നടത്താത്തൊന്നും എന്റെ ആളേക്കാരരുത്. പിന്നെ കൊള്ളനായിക പറഞ്ഞാലുണ്ട്. നീ തൊഴിക്കുമല്ലടാ. കുഞ്ഞമ്മു കയറി ചായ എടു. ആശാനെ, നീ കയറി ചായ എടുക്കണ. നീ നിന്നോടാണ് പറഞ്ഞത് കഴിക്കാറില്ല. ആശാനെ, ചായ കളിക്കാൻ പറഞ്ഞു. അത്രക്കായി പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ ചെറുതി. ചേട്ടാ, അതിന് ചെറുക്കാൻ പട്ടാളത്തില്ലല്ലയോ? ചെറുക്കാൻ വരട്ടെ. ചെറുക്കം വരാനൊന്നും കാക്കണ്ട. ചെറുക്കന്തേ എന്റെ മടിയിലുണ്ട്, നോക്ക്. എന്താ പിടിച്ചോ? എനിക്ക് പിടിച്ചാ പോരല്ലോ, അവരപ്പനും മോളും കാണട്ടെ. കണ്ടോട്ടെ, പടം ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഞാൻ പെറ്റതായതുകൊണ്ട് പറയല്ല, ഇത്രേ യോഗ്യതയുള്ള ഒരു കൊച്ചനെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എന്നാ തോന്നുന്നു? ഏതായാലും പെണ്ണിന്റെ അപ്പൻ ഇങ്ങാട് വരട്ടെ. ആ കേട്ടത്തിക്കാരുടെ പാടത്ത് പണിക്ക് പോയിരിക്കുക. ആ വരട്ടെ. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കും. ആ അപ്പൊ ഞാൻ പോണു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചെറുക്കൻ എഴുതാൻ. ഞാൻ പറഞ്ഞു കേട്ടല്ല? കേട്ടെന്നേ. ആ അത് മതി. അപ്പൊ ഞാൻ പോണു. നീ വന്ന ഇതാരുടെ പെടുവാ അമ്മച്ചി? ആരുടെയെങ്കിലും ആകട്ടെ, കൊള്ളാവാ. ആ കൊള്ളാം. നിനക്കിഷ്ടമായോ? ഇതെന്തൊരു ചോദ്യം അമ്മച്ചി? നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ പടവാ. പിന്നെ നേരാനടി മോളെ, അങ്ങനെ അക്കച്ചേടത്തിയുടെ മോന്റെ പടവാ. നിനക്കിഷ്ടമായോ? വെറുതെ ഇരിക്കും അമ്മച്ചി. അപ്പൊ നിനക്കിഷ്ടമായി, ഇനി ഞങ്ങൾ വാക്ക് കൊടുക്കട്ടാ. ഇതാരുടെ പടാ അമ്മച്ചി? ഇതേ നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ. അല്ല, നേരാ. അമ്പടി, നിനക്ക് ഇപ്പോഴേ ഒന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ടല്ലേ?
എടീ മൂത്തതിനെ നിർത്തിക്കണ്ടാണ് ഈ ഇളയതിനെ കെട്ടിക്കാൻ പോണത്. ഒന്നച്ഛാ അപ്പുറത്ത് ഇതെല്ലാം കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്ന. ഇല്ലടി ഇല്ല, എന്റെ ചെടിയിൽ ആ പടിക്ക് കയറ്റിയിരിക്കുകയായിരുന്നു. എടി മേരിയെ, എന്തോ നീ അമ്മനെയും കൂടെ അപ്പത്തിന് കഞ്ഞി കൊണ്ടുകൊടു. നേരെ ഉച്ചയായി. പാടത്തൊന്നും പണി കഴിഞ്ഞ് വരികയാണ് വീട്ടിപ്പച്ചായ. കുളിക്കേക്ക് വന്നാ പോലെ ഞാൻ കയറിയേച്ച് പോകുന്നേ. വന്നാട്ട് തോമാച്ച. ഒരു പായം എടുത്തത് ഇങ്ങോട്ട് തോമാച്ച. തോമാച്ച മുറുക്കുന്ന? ഞാൻ മുറുക്കാറില്ല. അപ്പൊ തോമാച്ച നമുക്ക് അങ്ങനെ കൂടെ ചെയ്യാം അല്ലേ? ഇത് കൊള്ളാം. വഴിയെ പോയി എന്നെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ചുറ്റിപ്പോയേ ഉള്ളൂ. അയ്യോ, തറവിയൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ പറഞ്ഞില്ലെന്ന്? കല്യാണ കാര്യം. നീ ഒന്ന് ചുമ്മാരടി, ഞാൻ പറയാം. എന്നാ മുതുക്കൻ അങ്ങോട്ട് പറ. പെടക്കോഴി കൂവാതടി. എവര് രണ്ട് വെമ്പളമാരും കൂടെ ഒരു കല്യാണാലോചന. നിങ്ങളെ വേരിക്കുട്ടിയെ ഞങ്ങളുടെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിച്ചാൽ കൊള്ളാന്ന് ഒക്കെ ഒരാഗ്രഹം. തോമാച്ചന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്നാ പറയാനാ? പെൺപിള്ളേരെ ഉണ്ടായ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചെറുക്കന് പട്ടാളത്തിലാ ജോലി. തോമാച്ചന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞേച്ച് വേണം അവനൊരു കത്തെഴുതാൻ വരാൻ പറഞ്ഞു. ഏതായാലും ചെറുക്കൻ എഴുതാം, അവനിങ്ങി വരട്ടെ. സ്ത്രീധനത്തിന്റെ കാര്യം കൂടെ ഒന്ന് തീരുമാനിക്കണം. കത്തെഴുതിയേച്ചേ എനിക്കിങ്ങനെ തെക്കുവടെ കോടാൻ കഴിയില്ല. എടി പെടക്കോഴി പോവാനടി. നിങ്ങൾ പറഞ്ഞോ എന്നാ സ്ത്രീധനം വേണം? തോമാച്ചൻ തന്നെ തീരുമാനിച്ചാ മതി. അതൊക്കെ അല്ല, സ്ത്രീധനം എന്നാ വേണമെന്ന് നിങ്ങൾ തന്നെ പറയണം. എന്നാ ഞാൻ പറയാം. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 500 രൂപ വേണം. 500 രൂപയോ? ഞങ്ങളൊരു വലിപ്പം പറയാമെന്ന് വിചാരിക്കരുത് തോമാച്ച. മത്തായി കുട്ടിക്ക് ഇന്ന് 2000 രൂപ തരണമെന്ന് പറഞ്ഞാലും മുത്തിക്കൊണ്ടെടുക്കാൻ ആളുണ്ട്. പിന്നെന്താന്ന് വെച്ചാ പെണ്ണിനെ ഞങ്ങൾക്ക് പിടിച്ചു. അതുകൊണ്ട് 500 രൂപ മതിയെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒറ്റ കാശ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം. എന്നാ പിന്നെ ചെറുക്കനെ വരാൻ പറഞ്ഞ് കത്തെഴുതട്ടോ. എഴുതിക്കോ. ഈ കല്യാണം നടന്നാലേ നമുക്ക് 2 കൂട്ടർക്കും നല്ലതാ. അത് എനിക്ക് പറയാനുള്ളൂ. പീരിപ്പച്ചയും വീശാൻ പോകാറുണ്ടോ? പണ്ടൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ മേല. തോമാച്ചനെ ഈച്ചറിയാവോ? അറിയാം. എന്നാ ഈ വലയം എടുത്തോ, ഇവിടെ ഇന്നാളെ ഉറഞ്ഞു പോകത്തേ ഉള്ളൂ. ശരി, പതുക്കെ പതുക്കെ. നല്ലൊരു വല. വല്ലപ്പോഴും വീശാൻ പോകുമ്പോ അത് കൈ മണപ്പിക്കാൻ ഞങ്ങൾക്കൂടെ 2 മീൻ തന്നാ കൊള്ളാം. അത് തന്നെ പറയണോ? മീൻ കിട്ടിയാ ഒരു പങ്ക് നിങ്ങൾക്ക്. അത് മതി, കൊണ്ടുപോയിക്കോ. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. സ്ത്രീധനം നേരത്തെ കരുതിക്കോണേ. അതേ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. പെടക്കോഴി പോവാതടി. നമ്മളൊന്നും ചുമ്മാ പടക്കോഴി. തറവേ തറവേ